ഹലോ ഗായ്സ്, അശ്വ റിയാക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ 2 ടാസ്കാണ് ഉള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത് ജാക്കിനെ രക്ഷിക്കുക എന്നാണ്. മന്ത്രവാദിനി നമുക്ക് 3 മിനിറ്റാണ് തന്നിട്ടുള്ളത്. ആ 3 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ലോക്കെല്ലാം ഇടിച്ച് ജാക്കിനെ രക്ഷപ്പെടുത്തണം. അല്ലെങ്കിൽ ഈ മന്ത്രവാദി ജാക്കിനെ സൂപ്പാക്കി കുടിക്കുമെന്നാണ് പറയുന്നത്. അതാ നോക്കൂ, ആ മന്ത്രവാദിനിയുടെ കയ്യിൽ ഒരു താക്കോൽ ഇരിക്കുന്നത് കണ്ടു. സിമ്പിളായിട്ട് ആദ്യത്തെ ലോക്ക് തുറന്നല്ലോ. ഇനി അടുത്ത ലോക്ക് നമുക്ക് എങ്ങനെ തുറക്കാം? ദാണ്ട് അവിടെ ഒരു പച്ചളയുടെ നോബ് കാണുന്നുണ്ടല്ലോ. ഇത് ഇളക്കി നോക്കിയാലോ? എന്താ സംഭവിക്കാൻ നോക്കാം നമുക്ക്. അയ്യോ, ഇത് അവന്റെ തലയിലേക്ക് വീഴാൻ പോയില്ലോ. ഇനി ചെയ്യുന്ന ഓരോ ചുവടും നമുക്ക് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എന്റെ കൂടെ നിങ്ങളുള്ളതാണ് എന്റെ ആകെയുള്ള ഒരു ബലം. ഇനി നിങ്ങൾ പറയൂ, ഞാൻ എങ്ങനെയാണ് ഈ ലോക്കെല്ലാം തുറക്കേണ്ടത്? ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചുറ്റിക ഇരിക്കുന്നുണ്ട്, ഒരു പ്രതിമയുണ്ട്, തീപ്പന്തമുണ്ട്. ഓഹോ, നിങ്ങൾ ശ്രദ്ധിക്കൂ, അവന്റെ ലെഫ്റ്റ് കാൽ കണ്ട ഐസ് കൊണ്ടാണ് ബന്ധിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഐസ് മാറ്റാൻ വേണ്ടി നമുക്ക് ഈ തീപ്പന്തം യൂസ് ചെയ്യാലോ. നിങ്ങൾക്കും ഈ ഐഡിയ കത്തിയോ? ആഹാ, കണ്ടില്ലേ, എൻ്റെ ഐഡിയ ഫലിച്ചു. അങ്ങനെ ഒരു ലോക്കം കൂടി നമ്മൾ തുറന്നു. ഇനി അടുത്തതായി എന്ത് ചെയ്യാം? ഇവിടെ ഒരു ചാക്ക് ഫുഡ് ഇരിക്കുന്നുണ്ടല്ലോ. ഈ ഫുഡ് നമുക്ക് ഈ പൂച്ചയ്ക്ക് കൊടുത്തു നോക്കാം. ഇത് വേണ്ടേ? അപ്പോൾ ബുക്ക് കൊടുക്കാം. നമുക്ക് സീക്രട്ട് പാസ്കോഡ് കിട്ടിയല്ലോ. ആ നടുവിലിരിക്കുന്ന ലോക്കിലാണ് നമ്പേഴ്സ് ഇടാൻ പറ്റുക. അതിൽ നമുക്ക് ഈ നമ്പേഴ്സ് അടിച്ചു നോക്കാം. 1 3 2 4. ഇത് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരു ലോക്കും കൂടി വിടിയിച്ചേ. ഇതെന്താ ഇവിടെ മൊബൈൽ വെച്ചെങ്കിൽ ലൈവ് സ്ട്രീം നടത്താണോ? അവന്റെ മറ്റേ കാല് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഫേസ് ലോക്ക് കൊണ്ടാണ് തുറക്കുക. അതുകൊണ്ട് നമുക്ക് ഈ ഫോണിൽ ഇവന്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ് ലോക്ക് നമുക്ക് ഈസിയായി തുറക്കാം. ഇനി ഈ മിഷൻ ജയിക്കാനായിട്ട് നമുക്ക് 3 ലോക്കും കൂടി തുറക്കാനുള്ളൂ. അതെങ്ങനെ തുറക്കാം? നിങ്ങൾ അവന്റെ കയ്യിലുള്ള ലോക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ചിരിക്കുന്ന ചിഹ്നമാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ എപ്പോഴാണോ ചിരിക്കുക അപ്പൊ ആ ലോക്ക് തനിയെ തുറക്കും. ഈ ഒരു അവസ്ഥയിൽ അവനെ എങ്ങനെ ചിരിപ്പിക്കാം നമുക്ക്? ആദ്യം ഈ ചാക്ക് ഫുഡ് ഈ കിളിക്ക് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ ആ കിളിയുടെ തൂവൽ പറന്നു വന്നത്? ഈ തൂവൽ എടുത്ത് അവന്റെ കാലിൽ നമുക്ക് ഇക്കിളിയാക്കി കൊടുക്കാം. ഇപ്പൊ അവൻ ചിരിച്ചത് കണ്ടോ? അങ്ങനെ ആ ലോക്കും തുറന്നു. അവന്റെ ലെഫ്റ്റ് കാലിലെ ലോക്ക് ശ്രദ്ധിച്ചോ? അതിൽ 200 തവണ തൊട്ടാലാണ് അത് തുറന്നു വരാന്ന് പറയണേ. അത് എളുപ്പമായി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടിയോ ഐഡിയ? പറയൂ, ആ ഐഡിയ എന്താണ്? അതെ, ശരിയാണ്. ആ മരം കൊത്തി ഇരിക്കുന്നത് കണ്ടില്ലേ? ആ മരം കൊത്തി ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ 200 ആക്കി തരും. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. ഇനി അവസാനത്തെ ലോക്ക് മാറ്റാനായി നമുക്കൊരു പൂച്ചയാണ് ആവശ്യം. പൂച്ചയെ എവിടെ നിന്ന് കിട്ടും? ചുറ്റിക ഇരിക്കുന്നത് കണ്ടില്ലേ? ചുറ്റിക കൊണ്ടുപോയി നമുക്ക് ആ പ്രതിമയെ ഒരു പൂച്ചയാക്കി മാറ്റാം. ഇപ്പൊ കണ്ട എത്ര സിമ്പിളായിട്ട് നമ്മൾ ലോക്ക് അൺലോക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ഈ ലെവല് ജയിച്ചേ. ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയ പോലെ അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾ തയ്യാറാണോ? സ്ക്രീനിൽ കണ്ടില്ലേ, ഈ 7 പെൺകുട്ടികളും ചുട്ടുരുണ്ടിരിക്കുകയാണ്. ഇവരെ കൂൾ ഡൗൺ ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. തണുപ്പെന്ന് ആദ്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഫ്രിഡ്ജാണ്. നമുക്ക് ഈ ഫ്രിഡ്ജിലോട്ട് ആ ചൂട് പാലെടുത്ത് വെച്ച് തണുപ്പിച്ചിട്ട് ഫുഡ് കഴിച്ച് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ കൊടുക്കാം. അപ്പോൾ അവൾക്ക് സമാധാനമായല്ലോ. അടുത്തതായിട്ട് നമുക്ക് ഈ AC റിമോട്ട് എവിടെയാ? റിമോട്ട് കിട്ടില്ലോ. ഇതുകൊണ്ട് AC ഓണാക്കി കൊടുക്കാം. ഇപ്പൊ കുറച്ച് തണുപ്പായല്ലോ റൂം. പറയൂ, ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഈ കുട്ടിയുടെ അടുത്ത് ഒരു കത്തി ഇരിക്കുന്നുണ്ടല്ലോ. ഈ കത്തി കൊണ്ട് എന്ത് ചെയ്യാം? അടിയിലിരിക്കുന്ന പെൺകുട്ടിക്ക് നമുക്ക് ഈ കത്തി കൊടുക്കാം. ഇപ്പൊ തണ്ണിമത്തം മുറിച്ച് കൊടുത്തപ്പോൾ അവൾക്ക് കുറച്ച് തണുപ്പ് കിട്ടി. നീലൊടുപ്പിട്ട പെൺകുട്ടി ചൂട്ടത്ത് എന്തിനും ചൂട് ഭക്ഷണം കഴിക്കുന്നേ. നമുക്ക് ഈ സ്വിച്ച് ഓഫ് ആക്കാം. ഇപ്പൊ അവൾക്കും കുറച്ച് സമാധാനമായി. ചൂട്ടത്ത് ഇമാതിരി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചൂട് കൂടുതലാ തോന്നുക. അതിന് പകരമായി നമുക്ക് ഈ സിമ്പിൾ മെഷീൻ വെച്ച് കൊടുക്കാം. ഇപ്പൊ തടി കുറയും ചെയ്യും, എക്സസൈസ് ചെയ്യേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ ആ കട്ടിന് മുകളിൽ കിടക്കുന്ന കുട്ടിയെ ശ്രദ്ധിച്ചു? അവൾക്ക് പനി പിടിച്ച് തലയെല്ലാം ചൂടായി ഇരിക്കുകയാണ്. അവളോട് തല തണുപ്പിക്കാനായി നമുക്ക് ഈ കൂളിംഗ് പാച്ചസ് യൂസ് ചെയ്യാലോ. അവൾക്ക് അങ്ങനെ ഒരു ആശ്വാസമായി. ഇനി റൈറ്റ് സൈഡിലിരിക്കുന്ന 2 പെൺകുട്ടികളും കൂടി കൂൾ ഡൗൺ ചെയ്യാനുള്ളൂ. അടിയിലത്തെ പെൺകുട്ടിയുടെ ബുക്ക് മാറ്റി നമുക്ക് വേറെ വെച്ച് കൊടുക്കാം. ഇപ്പം അവൾ കൂൾ ഡൗൺ ആയി. ഇനി മുകളിലത്തെ പെൺകുട്ടി ഗെയിം കളിച്ച് സ്ട്രെസ് അടിക്കാനുള്ളൂ. അതെന്ത് ചെയ്യാം? ഈ കത്രിക എടുത്ത് ഈ വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിന്റെ പരിപാടി അവസാനിച്ചു.
ഇതാരാ വന്നേ? ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനോ? എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്തായാലും എല്ലാവരും കൂൾ ഡൗൺ ചെയ്തു. അങ്ങനെ നമ്മൾ ഈ മിഷനും പാസ്സായേ. ഇതുപോലുള്ള ഇനിയുള്ള ഗെയിംസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും അതുപോലെ കമന്റും ചെയ്യണേ.